എന്താ പറയുന്നത്? എന്ത് പറയുന്നത്? നിനക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞല്ലേ, അതെന്താ ഐഡിയാവോ? അയ്യോ, ഞാൻ മറന്നുപോയല്ല. കുറച്ചു നേരം മുമ്പ് ഓർമ്മ. എന്തിനും ശ്രദ്ധിച്ചിരുന്നോളൂ, ആ വണ്ടി തന്നെ ഇടിക്കാൻ വരുന്നു. അയ്യോ, ആ വണ്ടി എന്നെ ഇടിക്കാൻ വരുന്നു. അയ്യോ, ഓടിക്കോ. സാൻഡിന്റെ കഴിവ് കൊണ്ട് ഫ്ലൈയിങ് സാസർ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. അത് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം വാ, നമുക്ക് പോവാം. ജേം, നീ എവിടെയാ ഉള്ളത്? ആ വണ്ടി നിന്നെ ഇടിക്കില്ല, പേടിക്കണ്ട, പുറത്തു വാ. ജാക്ക്, ആ സ്പേസ്ഷിപ്പിന്റെ അടുത്ത് നിക്കണ്ട, പോടിക്കോ. എന്തിന്? ആ ഏലിയൻസ് എന്നെ പിടിച്ച് പിച്ചും മാന്തി തിന്നു കളയും. ഹേ ജിം, നിന്നെ പോലെ ഞാൻ പേടിത്തൊണ്ടരാണോ വിചാരിക്കുന്നത്? ഹേ, ഞങ്ങൾ ഭൂമി നശിപ്പിക്കാൻ നോക്കുന്നോ? എനിക്ക് കുങ്ഫു ഒക്കെ അറിയാം, നിനക്കറിയുമോ? ഞാനിപ്പോഴെന്തോ ചെയ്ത് നോക്കിയോ. കേക്കടാ, ഒന്ന് അടങ്ങിയിരിക്കേ. അത് എന്താന്ന് ഞാൻ പോയി നോക്കാം. എന്ത്? ഇത് സ്പേസ്ഷിപ്പ് ഒന്നല്ല. ഓ, അങ്ങനെയാണോ ജാക്ക്? ഇതൊരു ഡമ്മി പീസാണ്. ഇതിനെ കാണാൻ സ്പേസ്ഷിപ്പിനെ പോലെ ഉണ്ടാവും, പക്ഷെ ഇത് സ്പേസ്ഷിപ്പേ അല്ല. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവോ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ ആവണം. പിന്നെ ഈ വണ്ടി കാണാൻ നന്നായിട്ടുണ്ട്. അതെ. പിന്നെ ഇത് കാണാൻ എങ്ങനെയുണ്ട്? അയ്യോ, നീ പേടിച്ചു. കുറച്ച് ഞാൻ പേടിച്ചു, പക്ഷെ ഇന്ന് നല്ലത് ചെയ്ത്. കണ്ടില്ലേ സോമ? ഗുഡ് ബൈ സാൻഡി, നീ ഫ്ലൈയിങ് സാസറിനെ കണ്ടുപിടിച്ചല്ലോ. എന്ത്? നിങ്ങൾ സ്പേസ്ഷിപ്പിന്നോ? ഹേയ്, ഇതൊന്നും നിന്റെ അല്ല, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്. ഇത് ഞങ്ങൾക്ക് സ്വന്തമായ വസ്തുവാ. ഞാനും സോമന ഇത് കണ്ടുപിടിച്ചത്. ഓ, അങ്ങനെയാണോ? എന്നാ നോക്കിക്കോ, എല്ലാരും കേൾക്കൂ, ബോയ്സ് ആൻഡ് ഗേൾസ്. ട്രേസിയും അവന്റെ ഫ്രണ്ടും ഈ വണ്ടിയെ വെച്ചിട്ട് പബ്ലിക് സ്ഥലത്തിൽ കളിച്ചതുകൊണ്ട് ഇത് വളരെ വളരെ തെറ്റാണ്. ഇതിലെന്താ തെറ്റുള്ളത്? പെർമിറ്റ് ഇല്ലാതെ വണ്ടി ഈ പബ്ലിക് സ്ഥലത്ത് നീ കളിച്ചോണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ നിനക്ക് ശിക്ഷയും കിട്ടും. പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ, ഇത് ഞങ്ങളാ നിർമ്മിച്ചത്. ഇതിനുള്ള തെളിവ് ഞങ്ങള് രണ്ടാളെ കൊണ്ടും കാണിക്കാൻ സാധിക്കും. നിനക്ക് പ്രൂഫ് ചെയ്യാൻ നീ പറ്റില്ല. പറയുന്നത് സത്യമാണെങ്കിൽ പ്രൂഫ് ചെയ്ത് കാണിക്കൂ. വേണോ? എങ്കിൽ ഇവിടെ വന്ന് നോക്കൂ. ട്രേസി ഫ്ലൈയിങ് സാസർ made by ട്രേസി സോമൻ. എന്റെ സോമാന്നേ, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ശരി, എങ്കിൽ ഇതിനെന്ത് പറയുന്നു? ഏലിയൻസ് മാസ്ക്. ഞങ്ങളെ പേര് ഇതിലുണ്ട്. ഇതൊന്നും ആരും വിശ്വസിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ആരും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ശരി, നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കാൻ വേറെന്താ വഴി? കുറെ വഴികളുണ്ട്, പക്ഷെ നിങ്ങളൊരു റൂൾസ് മറന്നു. അതെ, അതൊരു മുഖ്യമാണ്. എന്താ അത്? എന്റെ അടുത്ത് ചോദിച്ചാ? അത് എന്റെ അടുത്ത് ചോദിച്ചാ? എന്റെ അടുത്ത് ചോദിക്കോ. അതെന്താ? എന്റെ അടുത്ത് ചോദിച്ചതിന് വളരെ നന്ദി. ആ റൂൾസ് എന്ന് വെച്ചാൽ നിങ്ങളെ കട്ട് ഞങ്ങൾ വലിയ ആൾക്കാർ കൊണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് തന്നെ. വരൂ ജാക്ക്, നമുക്ക് ഇത് എടുത്തിട്ട് പോവാം. ഇന്നത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലെ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായും ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ വന്ന് എന്തു പറയാം, വിന്നേഴ്സ് ഓപ്പോസിറ്റ് എന്താ നിനക്കറിയില്ലേ? നിങ്ങളാണ് ലൂസർ. അവര് നോക്കൂ. നമുക്ക് പോവാം സോമ. അത് പോയാ പോട്ടെ ട്രേസി, നമുക്ക് വേണമെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കാം. ഞാൻ എന്റെ കണ്ടുപിടുത്തം ആർക്ക് വേണ്ടിട്ടും എന്തിനു വേണ്ടിട്ടും വിട്ടുകൊടുക്കില്ല, പ്രത്യേകിച്ചും അവർക്ക് രണ്ടുപേർക്കും. ഇപ്പൊ ഞാൻ ആരാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. അത് കണ്ടില്ലേ സോമ? അവിടെയാ നിർത്തി വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്ലൈയിങ് സാസറ. തിരിച്ചു വെച്ചു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം കീഴിട്, പിന്നെ ലൈറ്റ്സ്, സൗണ്ട്, മിഷൻ സ്റ്റാർട്ട്. അവിടെ നോക്കൂ ജാക്ക്, നമ്മൾ സ്പേസ്ഷിപ്പ് ആരോ എടുത്തിട്ട് പോകുന്നു. നീ വിഷമിക്കേണ്ട, അത് കെട്ടിയിട്ടുണ്ടല്ലോ. രക്ഷപ്പെടാമെന്ന് നോക്കുന്നു ട്രേസി. നിനക്ക് എവിടുന്ന് പോവാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് അറിയാം. അതിനുവേണ്ടി ഞാൻ അതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടർബോ. എന്താണ് ഇങ്ങനെ ആടുന്നത്? അയ്യോ, അയ്യോ, ട്രേസി, എന്തോ ഞങ്ങൾക്ക് പേടിയാവുന്നു. അത് അങ്ങോട്ട് പോയില്ല. ഞങ്ങളുടെ സ്പേസ്ഷിപ്പ് കക്കുന്നോ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കപ്പ് ജയിക്കണം, അതുകൊണ്ടാണ്.
ആ സമയത്ത് എനിക്കൊരു നല്ല ഐഡിയ കിട്ടി. ആദ്യം നമ്മൾ വഴക്ക് കൂടുന്നത് നിർത്തണം. ഈ ഫ്ലൈയിങ് സാസ്ത്രം ഡാമേജ് ആയി പോയി. ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മൾ എല്ലാവരും ചേർന്ന് ഏലിയൻസിന്റെ വേഷം ഇട്ടാൽ നമുക്ക് ട്രോഫി തീർച്ചയായും കിട്ടും. സത്യായിട്ടോ? നിങ്ങൾ രണ്ടുപേർക്കും വളരെ താങ്ക്സ്. സത്യമാണോ? അതെ. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ രണ്ടുപേരാ. ഞങ്ങൾ രണ്ടുപേരുമെന്നോ? നീയാണ് എല്ലാത്തിനും കാരണം. നീയല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഈ സ്പേസ്ഷിപ്പ് കട്ടുകൊണ്ടുപോയത്? അവസാനം സോമന്റെ ഐഡിയ പ്രകാരം ഞങ്ങൾ രണ്ടുപേരും കൊള്ളക്കാരെ വേഷം ഇട്ടിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ഈ ഡ്രസ് നമുക്ക് വേണ്ടി തുണിയെ പോലെ ഉണ്ട്. നീ പറഞ്ഞത് ശരിയാ സോമ, തീർച്ചയായും. നമ്മൾ അവരെ കോപ്പി ചെയ്യുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഐഡിയ നിങ്ങൾ കട്ടുകൊണ്ടുപോയി. സോമന ഇതിൽ ക്യാപ്റ്റനായി ഉണ്ടായിരുന്നത്. ഇല്ല, നീയാണ് ഞങ്ങൾ ഐഡിയ കട്ടുകൊണ്ടുപോയത്. ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് ആദ്യം പോവാം. അവിടെ നോക്കൂ, ഫ്ലൈയിങ് സോസർ. എടാ വാ, നമുക്ക് പോവാം. പോ, ഞാൻ വരാം. പോയി. ഇതും കൊള്ളാമല്ലോ. എനിക്കൊരു കാര്യം വളരെ ഇഷ്ടമാ. അതെന്താന്നറിയോ? അതാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഞാൻ എന്റെ സൈക്കിളിൽ എവിടെ വേണമെങ്കിലും പോവും, പക്ഷേ ഫാസ്റ്റ് ആയിട്ട് പോവില്ല. നിങ്ങൾ ഇത് കണ്ടില്ലേ? സോമന്റെ സൈക്കിൾ വളരെ വ്യത്യാസമാ. നമ്മളെ സൈക്കിളൊക്കെ വേഗം പഴയതായി പോവും. സാധാരണമായ സൈക്കിളെ പോലെയല്ല, അവന്റെ സൈക്കിൾ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ പോയി സൈക്കിൾ ഓട്ടാം. നിങ്ങൾ ആരും സോമന്റെ സൈക്കിളെ പോലെ കണ്ടിട്ടേ ഉണ്ടാവില്ല. സോമ അവന്റെ സൈക്കിൾ എടുത്തോണ്ട് ജിമ്മൻ ജാക്കിനെ കാണാൻ വേണ്ടി പോയി. അവര് രണ്ടുപേരും ഇവനെ പരിഹസിച്ചു. എന്താ സോമ, നിനക്ക് ഈ സൈക്കിൾ എവിടുന്ന കിട്ടിയത്? കുപ്പത്തൊട്ടിയിൽ നിന്നാണോ? ജിം പറയുന്നത് ശരിയാണ്. ഇത് ന്യൂ മോഡൽ സൈക്കിളാണ്. എന്ത് സൈക്കിൾ? തള്ളിപ്പൊളി സൈക്കിളാണ്. അതെ അതെ, ശരിയാണ്. നീ അവര് പറഞ്ഞതൊന്നും കാര്യം വെക്കണ്ട സോമ. അവര് രണ്ടാളും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും. ഓ, അങ്ങനെയാണോ? നമ്മൾ എന്ത് പറഞ്ഞിട്ട് അവരിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് കൊണ്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ പോയി ഓട്ടാന്ന്. നിന്റെ തള്ളിപ്പൊളി സൈക്കിൾ പൊട്ടിപ്പോയി. എന്താ നോക്കുന്ന സോമ? ആ സൈക്കിളിന്റെ സ്ക്രൂ അഴിച്ചത് ഞാനാണ്. കണ്ടില്ലേ നിന്റെ സൈക്കിളിന്റെ സ്ക്രൂ? അത് നമ്മൾ കലക്കിയില്ലേ? അതെ ജിം, നമ്മൾ ഇവരടുത്ത് സംസാരിക്കുന്ന വേസ്റ്റ് ആണ്. അതിനെ നമ്മൾ ഒരു സിനിമയ്ക്ക് പോയിട്ട് നല്ലൊരു ഷോ കണ്ടിട്ട് വരാം. നന്നായിട്ടുണ്ടാവും. എന്താ നീ പറയുന്നത്? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇല്ലല്ല, ഇവിടെ തന്നെ ജോളിയായിട്ടുണ്ട്. അല്ല, നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെ തന്നെ ജോളിയായിട്ടുണ്ട്. സോമ സൈക്കിൾ പൊട്ടിയതിനു വേണ്ടി വിഷമിച്ചില്ല. പുതിയ സൈക്കിൾ ഉണ്ടാക്കാനുള്ള ഐഡിയ ചോദിച്ചോണ്ടിരുന്നു. നമുക്ക് ഒരു സൈക്കിൾ ഉണ്ടാക്കാം, ആർക്കും അറിയാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ നിനക്ക് ചെയ്തു തരട്ടെ? ശരി, പക്ഷേ പോയ പക്ഷെ നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഇതാണ് ഈ ട്രേസി സോമന് വേണ്ടി പുതിയതായിട്ട് കണ്ടുപിടിച്ച ഹെലികോപ്റ്റർ സ്കൂട്ടർ. ഈ സ്കൂട്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇത് മാനത്തിലും പറപ്പിക്കാം, ഭൂമിയിലും ഓടിക്കാം. പക്ഷേ ട്രേസി, ഓക്കെ സോമ, ട്രസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ സോമ. നീ ആദ്യം ആ ബട്ടൺ പ്രസ് ചെയ്യണം. ആ ബട്ടൺ അല്ല, ആ സൈഡുള്ള ബട്ടൺ. വിഷമിക്കണ്ട സോമ, അതിലെന്താ പ്രശ്നമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട ട്രേസി, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നില്ല. നിന്റെ കളിക്ക് ഞാനല്ല, എന്നെ വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അച്ഛനോട് പുതിയ സൈക്കിൾ ചോദിച്ചൂടെ? വേണ്ട ട്രേസി, എനിക്ക് എന്ത് പറ്റിയാലും ശരി, ഞാൻ ഈ സൈക്കിൾ തന്നെ പോവാം. ഇതെന്റെ മുത്തശ്ശൻ, മുതുമുത്തശ്ശനൊക്കെ യൂസ് ചെയ്തതാണ്. ഇത് വളരെ ഭാഗ്യമുള്ളതാ. അതിനാ ഞാൻ പറയുന്നത്. എനിക്കൊരു ഐഡിയ. മേഘയെ കാരണം കാണിച്ച് സോമന് പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താൽ എന്താ? ഞാൻ എന്തിനാണ് അവന് സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നത്? അല്ല അച്ഛാ, മേഘ എന്ത് ചോദിച്ചാലും ഉടനെ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. അതെന്തിനാ? കാരണം മേഘ നമ്മളെ വീട്ടിലെ കുട്ടിയാണ്. സോമനെ നമ്മളെ ഫാമിലിയിൽ ഒരാളാക്കിയാലോ? സോമന് വേറെ ഫാമിലി ഉണ്ടല്ലോ ട്രേസി. എങ്കിൽ ഇങ്ങനെ ചെയ്യാം. തൽക്കാലം അച്ഛൻ സോമന് ഒരു ബൈക്ക് വാങ്ങിച്ചു തന്നാ മതി, പ്ലീസ്. ഞാൻ എന്റെ ഭംഗിയുള്ള പല്ല് കാണിച്ച് മേഘയെ പോലെ അച്ഛനോട് ചിരിച്ചു കാണിച്ചു. തീർച്ചയായും നോ പറയില്ല. നോ, അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോറി സോമ, എന്നെ കൊണ്ട് കഴിഞ്ഞത്ര ഞാൻ ശ്രമിച്ചു നോക്കി. വളരെ നന്ദി ട്രേസി. ഇനി ഞാൻ കുറച്ച് പണമൊക്കെ ചേർത്ത് വെച്ച ഒരു പുതിയ സൈക്കിൾ വാങ്ങണം. നീ എന്തിനാ വിഷമിക്കുന്ന സോമ? എന്റെ ചിരി ചിലപ്പോ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. വേണമെങ്കിൽ ഞാൻ ചിരിച്ചു കാണിക്കാം. നീ എന്നെ നോക്കിക്കേ. ഓ, വളരെ പേടിക്കാതിരിക്കും സോമ. നിനക്കറിയോ, റെയിൻബോ കളേഴ്സിന്റെ അവസാനം ഗോൾഡ് ഉണ്ടാവുന്ന പറയാം. അത് സത്യമാണ് മേഘ. എങ്കിൽ തീർച്ചയായും ഗോൾഡ് ഉണ്ടാവും അല്ലേ?
അതൊക്കെ വെറും വാക്കാം മേഘ. അതൊന്നും ലോജിക്കും അല്ല സയന്റിഫിക്കും അല്ല. പക്ഷെ സാന്റോ ലോജിക്കലായിട്ടും ഉണ്ട്, സയന്റിഫിക് ആയിട്ടല്ലോ. നീ സാന്റോ ക്ലാസ് ഉള്ള കാര്യം വിശ്വസിക്കുന്നുണ്ടോ ട്രേസി? ഇത്തവണ ഇവൾ എന്നെ മടക്കി. അതെ മേഘ, ഞാൻ സാന്റാക്ലാസ് ഉള്ള കാര്യം വിശ്വസിക്കുന്നുണ്ട്. നീ അത് വിശ്വസിച്ചതിന് വളരെ നന്ദിയുണ്ട്. പക്ഷെ സൂര്യന്റെ വെട്ടം മഴത്തുള്ളിൽ തട്ടുന്നതിന് കാരണമാണ് റെയിൻബോ കാണുന്നത്. വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഗോൾഡ് കാണുന്നില്ലല്ലോ. അവിടെ നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്കിയിട്ടുണ്ടല്ലേ. എന്ത് രസല്ലേ. ഹേയ്, നമുക്ക് വേഗം തന്നെ സോമന് സൈക്കിൾ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും സോമനും റെയിൻബോ മിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഐഡിയ ചെയ്തോണ്ടിരുന്നു. ഞങ്ങള് രണ്ടാളും ഭയങ്കര കഠിനമായിട്ട് പണി ചെയ്തു. ശരിക്കുള്ള റെയിൻബോ എങ്ങനെ ഉണ്ടാവോ അതുപോലത്തെ മിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരുന്നു. ഇനിയും 10 സെക്കൻഡ്സേ ഉള്ളൂ. ഓക്കെ സോമ, റെഡി. 3, 2, 1, റെയിൻബോ. എടാ സോമ, ഈ റെയിൻബോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ ഇതുവരെ ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടന്നെയില്ല. അതെ, നീ മഴവില്ലുണ്ടാക്കി. അതെ സോമ, ഞാൻ വിചാരിച്ചതുപോലെ എന്നെ മഴവില്ലുണ്ടാക്കി. ഇവിടെ മഴവിൽ വന്നു. വരൂ വരൂ, എല്ലാരും വരൂ. ഒരു മഴവില്ലിനെ കാണാൻ വരൂ. 5 രൂപയാണ്. എല്ലാരും വരൂ. 5 രൂപയാണ്, 5 രൂപയാണ്. എല്ലാരും ഒന്ന് നോക്കൂ. വരൂ വരൂ, ആരും തിരക്ക് കൂട്ടണ്ട. വരൂ വരൂ, എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ വിചാരിച്ചതുപോലെ എന്നെ സോമന് സൈക്കിൾ വാങ്ങിക്കാൻ പൈസ ചേർന്നോണ്ടിരുന്നു. എവിടെ ചിരിച്ചേ? നിന്റെ ഫോട്ടോ നാളെ കിട്ടും. നെക്സ്റ്റ്. അത്രയുള്ളൂ, എല്ലാരും പോയി. നമ്മൾ വിചാരിച്ചത് കൊറേ വന്നിട്ടുണ്ട്. ഒറ്റൊരു ദിവസം കൊണ്ട് ഇത്രയും പൈസ കിട്ടിയോ? വാ, നമുക്കിപ്പോ എണ്ണി നോക്കാം. ഞാനൊന്ന് പറയട്ടെ ജാക്ക്, ഈ ലോകത്തിലെ സത്യമേ മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ സത്യം മരിച്ചുപോയോ? അതെ, ഇല്ലെന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മളല്ല അവരുടെ സൈക്കിൾ പൊട്ടിച്ചത്, അതുകൊണ്ടല്ലേ അവർ പണക്കാരായത്. അതെ, ഇതിൽ ന്യായമായ വിഷയം എന്തെങ്കിലും നമുക്കും ഒരു പങ്ക് കിട്ടണം. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണ്ടേ? ഞാൻ വിചാരിക്കുന്നല്ലേ നീയും വിചാരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ അവർ കണ്ടുപിടിച്ച റെയിൻബോ മിഷൻ ഈ സ്ഥലം ഫുള്ളായിട്ട് അടിച്ചിട്ട് നമുക്ക് ഒരു വലിയ പണക്കാരാവുന്നല്ലേ നിന്റെ വിചാരം? ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ഇല്ല, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നു. എനിക്ക് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ക്യാപ്റ്റൻ, നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ കേൾക്കോ. ഇപ്പൊ നിങ്ങൾ മിണ്ടാണ്ടിരുന്നാ മതി. എന്നെ രക്ഷിക്കൂ, അയ്യോ എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ, അയ്യോ എന്നെ രക്ഷിക്കൂ. എനിക്കറിയില്ല, പക്ഷെ ആരും അപകടത്തിൽ കുടുങ്ങിയിരിക്കുന്നു തോന്നുന്നു. വാ, നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഐഡിയ വർക്കൗട്ടായി. ഇത് ഇനി നമുക്കാണ്. ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആ ട്രേസി ഈ മിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതെങ്ങനെയാ ചെയ്തത്? ഇത് വെച്ചിട്ട് അവരെ പോലെ നമുക്ക് കാശൊന്നും സമ്പാദിക്കണ്ട. ഈ മിഷൻ വെച്ചിട്ട് നമ്മൾ വീടിന്റെ കളറൊക്കെ മാറ്റാം, പിന്നെ ആൾക്കാരൊക്കെ മാറ്റാം. എങ്ങനെയുണ്ട്? നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ മിഷൻ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം? പക്ഷേ പ്രശ്നമൊന്നും വരില്ലല്ലോ. ആദ്യം നമുക്ക് ഈ സ്ഥലം തന്നെ ഒന്ന് മാറ്റാം. എന്താ ഞാൻ പറയുന്നത്? ഗ്രീൻ കളർ ഇതാ കണ്ടില്ലേ? ബ്ലൂ, യെല്ലോ. ആ ബിൽഡിംഗ് ഞാൻ റെഡ് കളർ മാറ്റാൻ പോകുന്നു ജാക്ക്. ഗ്രീൻ, യെല്ലോ, ബ്ലൂ. അതാണ്. അല്ല, ഇത് റെഡ് ആക്കിയാൽ എല്ലാം വണ്ടിയിൽ നിന്ന് പോവും. എനിക്കറിയില്ല, ഞാൻ അത് കണ്ടിട്ടേ ഇല്ല. ഞാൻ നിന്നോട് അത് നോക്കിക്കോളാൻ പറഞ്ഞില്ലേ? നീ എന്താ അത് നോക്കാത്തത്? ഇപ്പൊ ആരാ എടുത്തെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കാം? വാ, നമുക്ക് പോയി നോക്കാം. ജാക്ക്, കണ്ടില്ലേ, ഞാൻ എല്ലാം മാറ്റി. ഇനി നമ്മൾ എല്ലാരും പേടിച്ചിരിക്കുന്നു. അയ്യോ, എന്റെ കളറൊക്കെ മാറിപ്പോയി. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്താ ഇത്? നീ കണ്ടുപിടിച്ച മെഷീനിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിത് ചെയ്തുകൊണ്ട് ഈ ലോകം തന്നെ എന്ത് ഭംഗിയായിട്ടുണ്ട്. കണ്ടില്ലേ ജേം? നല്ല ഭംഗിയായിട്ടുണ്ട്. അതെ ജാക്ക്, നമുക്ക് ഇത് വെച്ച് കുറെ സമ്പാദിക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ലോകത്തിലെ വലിയ ആൾക്കാരാവണം. അതെ ജിം, നമുക്ക് ഇന്നും കുറെ ജോലി ചെയ്യാനുണ്ട്. എന്ത് വെച്ചാൽ ഞാൻ പറയുന്നവൻ ഒന്നും കേൾക്കുന്നേ ഇല്ല. എനിക്ക് ഒരു മര്യാദയും ഇല്ല. നീ വെറുതെ ഇങ്ങനെ വളവളന്ന് സംസാരിച്ചാ എന്ത് ചെയ്യും? ഒന്ന് വേഗം ജോലി ചെയ്യാൻ നോക്കോ. ഞങ്ങളൊന്നല്ല ചെയ്തത്, നിങ്ങളാണ്. സംസാരമൊക്കെ കേട്ടോ എനിക്ക് തല തന്നെ പൊട്ടുന്നു. എല്ലാരും എന്താ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ആദ്യം എല്ലാരും വണ്ടി എടുക്ക്. അയ്യോ, ഒന്നും ആരും സംസാരിക്കല്ലേ. നമുക്ക് ഇവിടുന്ന് ആദ്യം ഓടിയേക്കാം. ഓടിക്കോ.
ഈ നഗരത്തിൽ കളറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അത് എങ്ങനെയെങ്കിലും നമ്മൾ തടുത്തു തന്നെ ആവണം. നമ്മുടെ ഫ്ലൈറ്റിന്റെ കളറേ മാറിപ്പോയല്ലോ. ഇത് എങ്ങനെ സംഭവിച്ചു? എടാ സോമ, കുറച്ച് നിൽക്ക്. ട്രേസി, മഴവിൽ വരുന്നത് കണ്ട് അത് ആ സൈഡിൽ നിന്ന് വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ആ സൈഡിൽ പോയി നോക്കാം. ലൈറ്റ് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് വിടണം. ഞാൻ ഇവിടെയുണ്ട്. ഞങ്ങളെ മുകളിൽ മഴവിൽ വിട്ടാ നോക്കട്ടെ. ഓക്കേ, നിന്റെ ആശ അതാണെങ്കിൽ എന്നാ ഇതാ ഞാൻ ചെയ്യാം. ശരി സോമ, റെഡിയാണോ? ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവർ പിടിച്ച് ചെതരാൻ പോണെന്ന് നോക്കിക്കേ. ജിം, വെറുതെ ഇരിക്കും ജാക്ക്, ഞാൻ ബിസി ആയിട്ട് ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? ജിം, അത് നമ്മളെ അടിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരാവണം എന്നാണ് എന്റെ വിചാരം. പക്ഷെ എന്റെ വീട് തന്നെ പോയി. നമ്മൾ വലിയ തെറ്റ് ചെയ്തു. അധികം സംസാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ പോയി പിടിക്കൂ. ഹലോ ഓഫീസർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ഏലിയൻസ് അല്ല, മനുഷ്യന്മാരാ. ഞങ്ങൾ ഏലിയൻസ് ഇല്ലെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യാം. എല്ലാവർക്കും അറിയാം ഏലിയൻസ് അണ്ടർവെയർ ഇടില്ലെന്ന്. ഇത് കണ്ടില്ലേ? ഓ സോറി, ഇന്ന് ഇടാ ഞാൻ മറന്നുപോയി. അവരെ പിടിക്കൂ. അയ്യോ ഓഫീസർ, നിങ്ങൾ വിട്ടേക്ക്. അയ്യോ അയ്യോ. അവസാനം അവര് ഏലിയൻസ് എല്ലാം മനുഷ്യന്മാരാന്ന് എല്ലാവരും മനസ്സിലാക്കി. ആ മഴവില്ലെന്ന് കിട്ടിയ പൈസ കൊണ്ടിട്ടാണ് സോമൻ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചത്. പക്ഷെ അത് സെക്കൻഡ് ഹാൻഡ് കേട്ടോ. നല്ല ജമ്പ് സോമ. താങ്ക് യു ട്രേസി. ആ ട്രേസി, നമുക്ക് ആകാശത്തിൽ പറക്കുന്ന പോലെ ഓടാം. എനിക്ക് സോമന്റെ കൂടെ സൈക്കിൾ ഓടിക്കാൻ വളരെ ഇഷ്ടാ. പക്ഷെ ഒരു ദിവസം ആ റെയിൻബോന്റെ അവസാനം ഗോൾഡ് ഉണ്ടാന്ന്. ട്രേസി ഫ്ലൈയിങ് saucer made by ട്രേസി സോമൻ. എന്റെ സോമാന്നേ, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ശരി, എങ്കിൽ ഇതിനെന്ത് പറയുന്നു? ഏലിയൻസ് മാസ്ക്. ഞങ്ങളെ പേര് ഇതിലുണ്ട്. ഇതൊന്നും ആരും വിശ്വസിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ആരും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ശരി, നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കാൻ വേറെന്താ വഴി? കുറെ വഴികളുണ്ട്, പക്ഷെ നിങ്ങളൊരു റൂൾസ് മറന്നു. അതെ, അതൊരു മുഖ്യമാണ്. എന്താ അത്? എന്റെ അടുത്ത് ചോദിച്ചാ അത് എന്റെ അടുത്ത് ചോദിച്ചാ എന്റെ അടുത്ത് ചോദിക്കോ. നോക്കിക്കോ, എല്ലാരും കേൾക്കൂ ബോയ്സ് ആൻഡ് ഗേൾസ്. ട്രേസിയും അവന്റെ ഫ്രണ്ടും ഈ വണ്ടിയെ വെച്ചിട്ട് പബ്ലിക് സ്ഥലത്തിൽ കളിച്ചതുകൊണ്ട് ഇത് വളരെ വളരെ തെറ്റാണ്. ഇതിലെന്താ തെറ്റുള്ളത്? പെർമിറ്റ് ഇല്ലാതെ വണ്ടി ഈ പബ്ലിക് സ്ഥലത്ത് നീ കളിച്ചോണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ നിനക്ക് ശിക്ഷയും കിട്ടും. ഞാൻ പറയണതൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ഞങ്ങളാ നിർമ്മിച്ചത്. ഇതിനുള്ള തെളിവ് ഞങ്ങളെ രണ്ടാളെ കൊണ്ടും കാണിക്കാൻ സാധിക്കും. പറയാൻ പോകുന്നുണ്ട്. നിനക്ക് പ്രൂഫ് ചെയ്യാൻ നീ പറ്റില്ല. പറയുന്നത് സത്യമാണ്. നിങ്ങൾ പ്രൂഫ് ചെയ്ത് കാണിക്കൂ. Proof വേണോ? എങ്കിൽ ഇവിടെ വന്ന് നോക്കൂ. എന്താ പറയുന്നത്? എന്ത് പറയുന്നത്? നിനക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞല്ലേ, അതെന്താ? ഐഡിയാവോ? അയ്യോ, ഞാൻ മറന്നുപോയല്ല. കുറച്ചു നേരം മുമ്പ് ജിം, നീ എന്തിനും ശ്രദ്ധിച്ചിരുന്നോളൂ. ആ വണ്ടി തന്നെ ഇടിക്കാൻ വരുന്നു. അയ്യോ, ആ വണ്ടി എന്നെ ഇടിക്കാൻ വരുന്നു. അയ്യോ, ഓടിക്കോ. സാൻഡിന്റെ കഴിവ് കൊണ്ട് ഫ്ലൈയിങ് സാസർ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. അത് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം വാ, നമുക്ക് പോവാം. ജേം, നീ എവിടെയാ ഉള്ളത്? ആ വണ്ടി തന്നെ ഇടിക്കില്ല, പേടിക്കണ്ട. പുറത്ത് വാ. ജാക്ക്, ആ സ്പേസ്ഷിപ്പിന്റെ അടുത്ത് നിക്കണ്ട, പോടിക്കോ. ഉണ്ടാവോ? അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ ആവണം. പിന്നെ ഈ വണ്ടി കാണാൻ നന്നായിട്ടുണ്ട്. അതെ. പിന്നെ ഞാന് ജേം, ഇത് കാണാൻ എങ്ങനെയുണ്ട്? അയ്യോ, നീ പേടിച്ചു. കുറച്ച് ഞാൻ പേടിച്ചു. പക്ഷെ നല്ലതായിട്ട് ചെയ്ത്. കണ്ടില്ലേ സോമ? ഗുഡ് ബൈ സാൻഡി. നീ ഫ്ലൈയിങ് സാസറിനെ കണ്ടുപിടിച്ചല്ലോ. എന്ത്? നിങ്ങൾ സ്പേസ്ഷിപ്പ് എന്നോ? ഹേയ്, ഇതൊന്നും നിന്റെ അല്ല, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്. ഇത് ഞങ്ങൾക്ക് സ്വന്തമായ വസ്തുവാ. ഞാനും സോമന ഇത് കണ്ടുപിടിച്ചത്. ഓ, അങ്ങനെയാണോ? എന്നോ? എന്തിന്? ആ ഏലിയൻസ് എന്നെ പിടിച്ച് പിച്ചും മാന്തി തിന്നു കളയും. ഹേയ് ജിം, നിന്നെ പോലെ ഞാൻ പേടിത്തൊണ്ടാണോ വിചാരിക്കുന്നത്? ഹേയ്, ഞങ്ങൾ ഭൂമി നശിപ്പിക്കാൻ നോക്കുന്നോ? എനിക്ക് കുങ്ഫു ഒക്കെ അറിയാം. നിനക്കറിയുമോ? ഞാനിപ്പോഴെന്താ ചെയ്ത് നോക്കിയോ. ജിം, കേക്കടാ, ഒന്ന് അടങ്ങിയിരിക്കേ. അത് എന്താന്ന് ഞാൻ പോയി നോക്കാം. എന്ത്? ഇത് സ്പേസ്ഷിപ്പ് ഒന്നല്ല. ഓ, അങ്ങനെയാണോ ജാക്ക്? ഇതൊരു ഡമ്മി പീസാണ്. അതെ ജിം, ഇതിനെ കാണാൻ സ്പേസ്ഷിപ്പിനെ പോലെ ഉണ്ടാവും, പക്ഷെ ഇത് സ്പേസ്ഷിപ്പേ അല്ല. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ